അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും നിർണായകമായ ശക്തികളാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും. ദശാബ്ദങ്ങളായി നിലനിന്നിരുന്ന അവരുടെ അടുത്ത ബന്ധങ്ങൾക്ക് അടുത്തിടെയായി കാര്യമായ ഉലച്ചിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലൈൻ അടുത്തിടെ നടത്തിയ പ്രസ്താവന ഈ മാറ്റങ്ങളുടെ ഒരു സൂചന കൂടിയാണ്. അമേരിക്കയുമായുള്ള ബന്ധം ഒരിക്കലും പഴയതുപോലെ ആകില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഈ പ്രസ്താവനയ്ക്ക് പിന്നിൽ യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ തീരുവകളും പ്രതിരോധ രംഗത്തെ ഭിന്നതകളും മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളുമുണ്ട്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്താണ് ഈ വ്യാപാര സംഘർഷങ്ങൾ ആരംഭിക്കുന്നത്. 2024 ഫെബ്രുവരിയിൽ യൂറോപ്യൻ ഇറക്കുമതികൾക്ക് 20% തീരുവ ഏർപ്പെടുത്തിക്കൊണ്ട് ട്രംപ് യൂറോപ്യൻ യൂണിയനെ ഞെട്ടിച്ചു. അമേരിക്കയുടെ വ്യാപാര കമ്മി കുറയ്ക്കുകയും ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുകയുമാണ് തന്റെ ലക്ഷ്യമെന്നും ട്രംപ് വാദിച്ചു. യൂറോപ്യൻ യൂണിയൻ ഈ നടപടിയെ ശക്തമായി എതിർക്കുകയും സമാനമായ വ്യാപാര പിഴകൾ ചുമത്തിക്കൊണ്ട് പ്രതികരിക്കുകയും ചെയ്തു. ഈ തീരുവ യുദ്ധം ആഗോള വ്യാപാര രംഗത്ത് വലിയ ആശങ്കകൾക്ക് വഴിയൊരുക്കി. തുടർന്ന് ട്രംപ് തീരുവ 10% കുറയ്ക്കുകയും ചർച്ചകൾക്ക് സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തത് ഒരു താൽക്കാലിക ആശ്വാസമായി.